എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇലക്ട്രിസിറ്റി പോയി, അങ്ങനെ വൈഫൈ ഡിസ്കണക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ദയവായിട്ട് ക്ഷമിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്ക് മൽക്കിസേദക്ക്, അത്യുന്നതനായ പുരോഹിതൻ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കിസേദക്ക്. ആ ക്രമത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം വരുന്നത്. ലേവ്യ പൗരോഹിത്യവുമായി യേശുക്രിസ്തുവിന് ബന്ധമില്ല. എന്നാൽ മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യവുമായി ബന്ധവുമുണ്ട്. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗം ഇശാലേം രാജാവായ മൽക്കിസേദക്ക്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യം. അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു, അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അതേതാണ് ന്യായപ്രമാണത്തിന് മുന്നേ ഉള്ള ഈ ഒരു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം അതിപ്രാചീനമായ അതിപുരാതനമായ പശ്ചാത്തലം മനസ്സിലാക്കുക എളുപ്പമായ കാര്യമല്ല. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ലോകത്തെ കാര്യങ്ങൾ, ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, കാരണം വളരെ വിവാദപരമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഈ അത്യുന്നതനായ ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപേ ആരാണ് ആ അത്യുന്നതനായ ദൈവം? ദ മോസ്റ്റ് ഹൈ ഗോഡ് യഹോവയാണോ? ആണെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തിയനെ. ദൈവം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവമെന്നും ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, യഹോവ എന്നും ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ. എന്താണ് അതിൻ്റെ അകത്തൊരു വ്യത്യാസം? നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഞാനതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ കൊടുക്കുന്നത് അപ്പവും വീഞ്ഞുമാണ് കൊടുക്കുന്നത്. അപ്പവും വീഞ്ഞും കൊടുക്കുകയാണ്. യഹൂദന്മാരുടെ ചില പ്രാചീന പാരമ്പര്യ ഗ്രന്ഥങ്ങൾ വളരെ ആധികാരികമായി, വളരെ ഓതന്റിസിറ്റിയുള്ള, അതോറിറ്റിയുള്ള പുസ്തകങ്ങളാണ് മിഷ്നയും അതുപോലെ നമുക്കറിയാം, മിഷ്ന എന്ന് പറയുന്ന പുസ്തകം ഒരു ഇന്റർപ്രിട്ടേഷനാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മിദ്രാഷ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. മിദ്രാഷ് അത് ഒരു ട്രഡീഷൻസിന് അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. യഹൂദന്മാരുടെ എല്ലാ ട്രഡീഷൻസും മിദ്രാഷിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിദ്രാഷ്, ഈ മിദ്രാഷ് വളരെ പ്രാധാന്യമുണ്ട്. മിദ്രാഷ്, അതുപോലെ മിഷ്ന, അതുപോലെ തൽമൂദ്, ഈ തൽമൂദിലും മിദ്രാഷിലും ഒക്കെ യഹൂദന്റെ കൃത്യമായ സംസ്കാരവും അവരുടെ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ബൈബിൾ പഠിക്കുന്നവരെ, ബൈബിൾ മാത്രം, ഞാൻ പറഞ്ഞു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ്. എക്സ്റ്റേണൽ സോഴ്സസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ ട്രഡീഷൻസ്, പാരമ്പര്യങ്ങൾ പഠിക്കാതെ ഒരിക്കലും ബൈബിൾ, പ്രത്യേകിച്ച് പഴയ നിയമം, നമുക്ക് തുറന്ന് വായിക്കാൻ പോലും പറ്റുകയില്ല. കാരണം അതിപ്രാചീനമായ ഒരു പുസ്തകമാണ്. പഴയ നിയമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ ഏൻഷ്യൻ്റ് ആണ്. ഏൻഷ്യൻ്റ് വേൾഡിൽ നമുക്കൊന്നും എത്തിച്ചേരാൻ കഴിയാത്ത, നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ഏൻഷ്യൻ്റ് വേൾഡ്, ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ വേൾഡ്, പ്രത്യേകിച്ച് കനാനൈറ്റ് റിലീജിയൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവനും മുന്നോട്ട് പോകുന്നത്. കനാനൈറ്റ് റിലീജിയന്റെ ആണ്. ഈ കനാന്യ മതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ ബൃഹത്തായ വിപുലമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അബ്രഹാമിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മെസപ്പൊട്ടോമിയൻ കൾച്ചർ ആൻഡ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടാണ്. അതിനുശേഷമുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കനാനൈറ്റ് റിലീജിയന്റെ ബാക്ക്ഗ്രൗണ്ടാണ്. കനാന്യ മതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പഴയ നിയമം മുഴുവനും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഏൻഷ്യന്റ് വേൾഡിനെ കുറിച്ച് പഠിക്കുന്ന
പണ്ഡിതന്മാരായ സ്കോളേഴ്സ്, നമുക്കറിയാം വിദേശ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഏൻഷ്യൻ്റ് വേൾഡ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വേൾഡിനെ കുറിച്ച് പഠിക്കാൻ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് യൂണിവേഴ്സിറ്റികളിൽ. ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കൾച്ചറിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഈ പഴയ നിയമം ഇതൊന്നും പഠിക്കാതെ നമുക്ക് തുറന്നു നോക്കാൻ പോലും പറ്റുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ മൽക്കിസേദക്ക് ആരാണെന്ന് പഠിക്കാൻ നമ്മൾ എവിടെല്ലാം പോകേണ്ടി വരുന്നു? ഇന്റേണൽ സോഴ്സുകൾ വളരെ കുറവാണ്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, അത്യുന്നതനായ ദൈവം, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ദ മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ചുമ്മാതെ ഓക്കെ അത് ദൈവമാണ്, യഹോവയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറയുമ്പോൾ അത് ഏതാണ് ആ മോസ്റ്റ് ഹൈ ഗോഡ്? ചോദ്യം വരികയാണ്, ഏതാണ് ആ മോസ്റ്റ് ഹൈ ഗോഡ്? ഇവിടെ ഒരു പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നു, ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപേ ഉള്ള ഒരു പൗരോഹിത്യം. അത്യുന്നതനായ ദൈവം, ഏതാണ് അത്യുന്നതനായ ദൈവം? കാരണം ആ അത്യുന്നതനായ ദൈവത്തിന് ഒരു പുരോഹിതനുണ്ടെന്ന് പറയുന്നു. അതെന്താണ്? അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവത്തിന് പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഓക്കെ ന്യായപ്രമാണം കൊടുത്തതിന് ശേഷമാണെങ്കിൽ ഓക്കെ, മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തു, ലേവ്യ പൗരോഹിത്യം ആരംഭിക്കുന്ന സമയമാണെങ്കിൽ പോട്ട് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെയാണ് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. എന്താണ് കൊടുത്തതെന്നൂടെ നമ്മളത് കൃത്യമായിട്ടൊന്ന് വായിക്കുമ്പം അപ്പവും വീഞ്ഞുമാണ് കൊടുത്തത്. ഈ മിദ്രാഷ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പാരമ്പര്യ ഗ്രന്ഥത്തിലും അതുപോലെ ഈ തൽമൂദിലും ഒക്കെ വളരെ വിശദമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിള് മാത്രം ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല. അവിടെ പറയുന്നത്, അവിടെ ഒരു യാഗപീഠം പണിതു, എന്നിട്ട് അവിടെ യാഗമർപ്പിക്കുകയാണ്. യാഗമർപ്പിച്ചത് മൃഗങ്ങളെ അല്ല, മൃഗയാഗമല്ല, രക്തം കൊണ്ടുള്ള യാഗമല്ല, രക്തം കൊണ്ടുള്ള യാഗമല്ല. ദ മോസ്റ്റ് ഹൈ ഗോഡിന് വേണ്ടിയത് രക്തം കൊണ്ടുള്ള യാഗമല്ല. അവിടെ തന്നെ ഒരു വലിയ വഴി ഞാൻ ഈ പറഞ്ഞ ആ ഭാഗത്ത് തന്നെ തുറക്കുകയാണ്. അറിവിന്റെ ഗവേഷണത്തിന്റെ ഒരു വലിയ വഴി തുറക്കുക. കാരണം ദ മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറഞ്ഞാൽ ഏൽ എല്യോൻ, ഏൽ ബഥേൽ, BETHEL. എന്താണ് ഏൽ? ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ വേൾഡുമായി ബന്ധപ്പെട്ട ദൈവസങ്കല്പങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഏലിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ബഥേൽ, ഇസ്രായേൽ, ഏൽ എല്യോൻ, ഏൽ ഷദായി, ഏലി ഏലി ലമ്മ ശബക്താനി, ഏൽ, എലോഹിം, എലോഹിസ്റ്റിക്. നമുക്കറിയാം ഈ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ JEDP തിയറി നമ്മൾ പഠിക്കും. JEDP തിയറി, ജാഹ്വസ്റ്റിക് സോഴ്സ് ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. എലോഹിസ്റ്റിക്, എലോഹിസ്റ്റിക് സോഴ്സ് ഉണ്ട്. ഡ്യൂട്രോണമിസ്റ്റിക് സോഴ്സ് ഉണ്ട്. പ്രീസ്ലി സോഴ്സ് ഉണ്ട്. JEDP 4 സോഴ്സാണ്. ഇവിടെ നമ്മൾ കാണുന്നത് യാഹ്വസ്റ്റിക് സോഴ്സ് അല്ല, യാഹ്വസ്റ്റിക് സോഴ്സ് അല്ല, പിന്നെന്താണ്? എലോഹിസ്റ്റിക് സോഴ്സ്. അതുകൊണ്ട് യേശു എലോഹീം എലോഹീം ഏലി ഏലി ലമ്മ ശബക്താനി, ഇവിടെ എലോഹിസ്റ്റിക് സോഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പഴയ നിയമം പഠിക്കുമ്പോൾ യഹോവ എന്നും ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നു, ദൈവമെന്നും ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നു. ഇവിടെ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. ആൻഡ് Melchizedek, king of Salem, brought out bread and wine. അപ്പോൾ ഈ പുരോഹിതന്, ഈ പൗരോഹിത്യത്തിന് മൃഗങ്ങളെ ആവശ്യമില്ല. മൽക്കിസേദക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന് അത്യുന്നതനായ ദൈവത്തിന്റെ ഇദ്ദേഹത്തിന് മൃഗയാഗം ആവശ്യമില്ല. പിന്നെ എവിടെയാണ് മൃഗയാഗം തുടങ്ങിയത്? ലേവ്യ പൗരോഹിത്യത്തിലാണ് തുടങ്ങിയത്. ദൈവത്തിന് മൃഗങ്ങൾ യാഗമർപ്പിക്കണം. എല്ലാ പ്രാചീന മതങ്ങളിലും ഇതുപോലുള്ള സമ്പ്രദായങ്ങളുണ്ട്, ഈ യാഗങ്ങളുണ്ട്. അബ്രഹാം തന്റെ മകനെയും കൊണ്ട് പോന്നു, ഏക മകനെയും കൊണ്ട് പോവുകയാണ് യാഗമർപ്പിക്കാൻ. നരബലിക്ക് തുല്യമാണ്. ദൈവത്തിന്
മനുഷ്യനെ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പറയും ദൈവം പരീക്ഷിക്കാനാണ്, എന്നാലും ഇങ്ങനെയൊക്കെ അങ്ങ് പരീക്ഷിക്കാമോ? ഇവിടെ ദ മോസ്റ്റ് ഹൈ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ പദങ്ങൾ പോലും നമ്മൾ ദൈവം, കർത്താവ്, യഹോവ, ഇങ്ങനെ നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിക്കും. യേശു ഉപയോഗിച്ചത് എന്താണ്? യേശു ഉപയോഗിച്ചത് എൻ്റെ പിതാവ് എന്ന വാക്കാണ്. പിതാവ്, ഫാദർഹുഡ്. ഇതൊക്കെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യേണ്ട, ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തേണ്ടതാണ്. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഇതിനോട് യോജിക്കാൻ സാധിക്കത്തില്ലായിരിക്കാം. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ദുരുപദേശമായിട്ട് തോന്നാം, ഒരു തെറ്റായ ഇൻ്റർപ്രിട്ടേഷനായിട്ട് തോന്നാം. പക്ഷെ ബൈബിൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിൾ പഠിക്കുമ്പോൾ റാഷണലായും തിയോളജിക്കലായും ഫിലോസഫിക്കലായും നിങ്ങൾ ബൈബിൾ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. ഫിലോസഫിയുടെ പ്രാധാന്യമുണ്ട്. ഫിലോസഫിക്കൽ റീഡിങ്, ബൈബിൾ ഫിലോസഫിക്കലി വായിക്കണം. അതിനകത്ത് ഫിലോസഫി ഉണ്ട്. അപ്പോൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ആ തരത്തിൽ ഇൻ്റർപ്രിട്ടേഷൻ പോകും. റാഷണലായി, ബുദ്ധി കൊണ്ട് തീർച്ചയായിട്ടും ബൈബിൾ വായിക്കണം. ബുദ്ധി ദൈവത്തിൻ്റെ ദാനവും അനുഗ്രഹവുമാണ്. പിന്നെ തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായി. അപ്പം ഇവിടെ അതൊരു ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ബൈബിൾ ഹെർമനോട്ടിക്സ് അല്ലെങ്കിൽ എക്സിജിസിസ് സംസാരിച്ചു. വീണ്ടും ഞാൻ അറിയാതെ അതിലേക്ക് അങ്ങ് പോവാണ്, പക്ഷെ ഞാൻ മടങ്ങി വരാം. ഇവിടെ അപ്പവും വീഞ്ഞുമാണ് കൊടുക്കുന്നത്, കിങ് ഓഫ് സാലേം. അപ്പം ഈ മൽക്കിസേദക്കിനെ കുറിച്ച് പറയുന്ന കിങ് ഓഫ് സാലേം, ഈ കിങ് ഓഫ് സാലേം എന്താണ് കൊണ്ടുവന്നത്? ബ്രോട്ട് ഔട്ട് ബ്രെഡ് ആൻഡ് വൈൻ ആൻഡ് ഹി വാസ് എ പ്രീസ്റ്റ് ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ. വെറുതെ അല്ല ആ ഒരു ട്രാൻസ്ലേഷൻ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ബൈബിളിലെ ഓരോ വാക്കുകളിലും ഒരുപാട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ഗോഡ്, പ്രീസ്റ്റ് ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ. അത് നമുക്ക് ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഏൽ എല്യോനാണ്, മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറയുമ്പോൾ. യഹോവ എന്നല്ല അവിടെ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ പഴയ നിയമം വായിക്കുമ്പോൾ ചിലയിടത്ത് യഹോവ എന്ന് കാണാം, യഹോവ. ചിലയിടത്ത് നിങ്ങൾ കാണാം ഇംഗ്ലീഷ് നോക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ LORD എന്ന് കാണാം. ചിലയിടത്ത് ദൈവം എന്ന് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, ദൈവം. ഞാൻ അത് ഒരു പഠനത്തിന് വേണ്ടി ഞാൻ വിടുകയാണ്. ഞാൻ ഒരിക്കലും ഇതിനൊരു എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് തരാൻ പറ്റുകയില്ല. കാരണം അതൊരു ബൃഹത്തായ, വിവാദപരമായ, വളരെ തുറന്ന മനസ്സോടെ ബൈബിൾ പഠിക്കാനും വായിക്കാനും നമ്മൾ കേട്ട് പരിചയിച്ച് വന്ന രീതിയിലല്ല, ഒരു അക്കാഡമിഷ്യൻ്റെ പെർസ്പെക്റ്റീവിൽ ബൈബിളിനെ കാണാൻ ശ്രമിക്കുന്നവർ ആ മേഖലയിലേക്ക് കടന്നുപോയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ എൻ്റെ ആശയം, ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മൽക്കിസേദക്കിൻ്റെ ക്രമത്തിൽ അപ്പവും വീഞ്ഞുമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ വേറെ ഒന്നും കൊണ്ടുവന്നില്ല. മൽക്കിസേദക്കിന്റെ ക്രമത്തിലുള്ള ഈ പുരോഹിതൻ, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ, ഞാൻ പറഞ്ഞു യഹൂദന്മാരുടെ പാരമ്പര്യ ഗ്രന്ഥത്തിൽ ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. മിദ്രാഷ് എന്ന് പറയുന്ന പാരമ്പര്യ ഗ്രന്ഥം, അല്ലെങ്കിൽ മിഷ്നയിലും തൽമൂദിലുമൊക്കെ ഈ ഭാഗത്തിന് ഒരു കമന്ററി ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത് എന്ന് പറയുന്നത്, അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി ആ ഓൾട്ടറിൽ അർപ്പിച്ചത് എന്താണ്? അപ്പവും വീഞ്ഞുമാണ്. യാക്കോബ് എന്താണ് ചെയ്തത്? എങ്ങനെയാണ് ദൈവത്തെ പ്രൈസ് ചെയ്തത്? ആ സാക്രിഫൈസ് എന്തുമായിരുന്നു? ഒരു കല്ല് നാട്ടി എണ്ണ ഒഴിച്ചു, ഒരു ദോഷവുമില്ലാത്ത യാഗം. അന്നേരം നമ്മൾ പറയാം അവിടുത്തെ സംസ്കാരം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ആ സംസ്കാരത്തിൽ അന്ന് തനിക്ക് മനസ്സിലാക്കിയതുപോലെ ചെയ്തതുമല്ല. അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ആചാരവും ആണെന്ന് പറഞ്ഞാൽ പോലും അവിടെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള ആ റെവലേഷൻ യാഹുവസ്റ്റിക് അല്ല, മറിച്ച് എലോഹിസ്റ്റിക് റെവലേഷൻ. എലോഹിം, എൽ എല്ലിയോൻ, എൽ ഷദായ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു JEDP എന്ന് പറയുന്ന ഒരു
ഒരു തിയറി സാധാരണ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആൾക്കാർ പഠിക്കാറുണ്ട്. എലോഹിസ്റ്റിക് വ്യൂവിൽ ആണ് ഇവിടെ ഈ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കിസേദെക്കിന്റെ ക്രമം, അല്ലെങ്കിൽ മൽക്കിസേദെക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്. ആൻഡ് മൽക്കിസേദെക്ക് കിങ് ഓഫ് സാലേം brought out bread and wine and he was a priest of God the most high. അപ്പം ബൈബിൾ എന്ന് പറയുന്നത് ഇതെല്ലാം എനിക്കുള്ളതാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം എനിക്കുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽസിന് വലിയ ബുദ്ധിമുട്ടാണ് ഈ തരത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ, പഠനങ്ങൾ കേൾക്കുമ്പോൾ. എന്നാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ, ഈ നമ്മുടെ ഇന്ത്യയിലാണ് ഇത്രയും ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള പഠനങ്ങൾ. വിദേശ യൂണിവേഴ്സിറ്റികൾ വളരെ ഡിഫറൻ്റ് ആയ ഏത് പേഴ്സ്പെക്റ്റീവിലും നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള ഒരു അവസരം, ഓപ്പൺനെസ് ഉണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരു വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ റിസോഴ്സസ് പോലും നമുക്ക് ലഭ്യമാണ്. US-ലുള്ള യേൽ യൂണിവേഴ്സിറ്റി, YALE. യേൽ യൂണിവേഴ്സിറ്റി US-ലുള്ള ഏറ്റവും ടോപ്പസ്റ്റ്, ഇന്ന് ലോകത്തിൽ തന്നെയുള്ള ഒരു ടോപ്പസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ലോകത്തിൽ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്നാൽ അവരുടെ പല റിസോഴ്സസും അവർ ഫ്രീ ആയിട്ടൊരിക്കലും ഗൂഗിളിൽ ഇടത്തില്ല. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്ന ഓൺലൈൻ റിസോഴ്സസ് നിങ്ങൾക്ക് യേൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട്, അവിടെ ഓൺലൈൻ യേൽ യൂണിവേഴ്സിറ്റി, യേൽ ഡിവിനിറ്റി സ്കൂളിൽ ആ ഒരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പൊതു ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നതാണ്. ഇവിടെ കണ്ടോ, മൽക്കിസേദെക്ക് സമർപ്പിക്കുന്നത് അപ്പവും വീഞ്ഞുമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അപ്പവും വീഞ്ഞും എടുത്തത്. കാരണം യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അപ്പവും വീഞ്ഞും എടുക്കുക. ബഥേൽ എന്ന പേരിട്ടപ്പോൾ യാക്കോബ് എന്താ ചെയ്ത? എണ്ണ ഒഴിച്ചു, ഒരു കല്ല് നാട്ടി. അതിനൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലേ, കല്ല് നാട്ടി എണ്ണ ഒഴിച്ചു. അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് കറക്റ്റാണ്. നമ്മുടെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം, കാരണം വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഇസാക്കിൻ്റെയും ദൈവമേ എന്നാണ് ഇന്നും ക്രിസ്ത്യാനികൾ പ്രാർത്ഥനകളിലും മറ്റും ഉപയോഗിക്കുന്നത്. പക്ഷെ അവരുടെ വേർഷിപ്പ് എങ്ങനെയായിരുന്നു? അവരുടെ വേർഷിപ്പ് മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് നമ്മൾ കാണുമ്പോൾ അവിടെ അപ്പവും വീഞ്ഞും കൊടുക്കുന്ന, യാഗങ്ങളല്ല, മൃഗങ്ങളെ വെട്ടി യാഗം കഴിച്ച് അതിൻ്റെ മണവും അതിനെ ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലും ഒക്കെ നമ്മൾ ഇതിനെയൊക്കെ മഹത്വവൽക്കരിച്ച് ഇതിൻ്റെ അകത്തെ ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, റിലീജിയസ് കോണ്ടെക്സ്റ്റ്, ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റ് അറിയാതെ ബൈബിൾ ഇങ്ങോട്ട് കയ്യിൽ 2 കൈയും നീട്ടി നമ്മൾ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ബൈബിൾ കോളേജിൽ ആരോ പഠിപ്പിച്ചത് ശരിയാണെന്ന് പറഞ്ഞ് അതെല്ലാം റിസീവ് ചെയ്തിട്ട് ഇവിടെ വന്ന് നമ്മളിങ്ങനെ അങ്ങ് വിളമ്പുവാണ്. അതിൻ്റെ ഏൻഷ്യൻ്റ് വേൾഡിലുള്ള കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു, ദ മോസ്റ്റ് ഹൈ ഗോഡ്, ഏൽ എല്യോൻ, അപ്പവും വീഞ്ഞുമാണ് മൽക്കിസേദെക്ക് ഇവിടെ യാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു യാഗത്തിൽ അബ്രഹാം എന്നിട്ട് ദശാംശം കൊടുത്തു അല്ലെ, 21-ാം വാക്യത്തിൽ. ഇവിടെ നിങ്ങൾ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യം കാണിക്കും. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇതേ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ യഹോവ എന്നും ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നു, ദൈവം എന്നും ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നു. വെറുതെ ഒരു രസത്തിന്, ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് ട്രാൻസ്ലേഷൻ ചെയ്തതല്ല. നമ്മൾ തർജിമയിലേക്കൊക്കെ പോകുമ്പോൾ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാനുസ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടാനില്ല. ആകെ 4-ാം നൂറ്റാണ്ടിലെ മാനുസ്ക്രിപ്റ്റുകളാണ് കിട്ടുന്നത്. കളിമണ്ണിലൊക്കെ എഴുതിയ മാനുസ്ക്രിപ്റ്റ്, അതെല്ലാം തകർന്ന് തരിപ്പണമായി എല്ലാം കൂടെ ചേർത്ത് വെച്ചൊക്കെയാണ് ഇത്
ഈ പരുവത്തിൽ എഡിറ്റ് ചെയ്ത് ബൈബിൾ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പ്രത്യേകിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റ്, നമുക്കറിയാം കുമ്രാൻ കേവിൽ നിന്നാണ് ഒരുപാട് മാനുസ്ക്രിപ്റ്റുകൾ കിട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാനുസ്ക്രിപ്റ്റുകളെ കുറിച്ച് പഠിക്കാൻ പോയാൽ തന്നെ നമ്മുടെ ജീവിത കാലം അതിന് തികയത്തില്ല. ഈ പഴയ നിയമം പ്രസംഗിക്കുന്നവരും പഴയ നിയമം എടുക്കുന്നവരും വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും മനസ്സിലാക്കണം, ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റ് പഠിക്കാതെ ഇതിലെ ഒരു വാക്യം പോലും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ വളരെ തറപ്പിച്ചു പറയാം. അക്കാഡമിക് വേൾഡിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാകും, അവർ കൊടുക്കും. അക്കാഡമിഷ്യൻസ് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കും. ഞാനൊരു പ്രസംഗകനായിട്ടല്ല ഇവിടെ സംസാരിക്കാം. ഇപ്പൊ ഞാനിത് പറഞ്ഞു വരുന്ന പുതിയ നിയമത്തില് യേശു അപ്പവും വീഞ്ഞും എടുക്കുമ്പോൾ യേശുവിനറിയാം ഞാൻ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ്. എന്നാൽ അതേസമയം പഴയ നിയമത്തിലെ പല യാഗങ്ങളും യാഗങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത് ഭീതിപ്പെടുത്തുന്ന, രക്തം മണക്കുന്ന, ദുർഗന്ധമുളവാക്കുന്ന, എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ദൈവമക്കളെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് എന്തിനാണ് ഈ തരത്തിൽ? അപ്പൊ നമ്മൾ ഉടനെ അതിനൊരു ആൻസർ എന്ന് പറയുന്നത് ഇതെല്ലാം യേശുക്രിസ്തുവിൽ നടക്കാൻ പോകുന്ന യാഗങ്ങളെ ഒരു മുൻകുറിയാണ്, ഷാഡോ ആണെന്നൊക്കെ ആരോ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ നമ്മളങ്ങനെ ആയിത്തീർന്നു. ആ ഒരു ഇൻഫർമേഷനിൽ നമ്മളങ്ങ് സംതൃപ്തിപ്പെട്ടു. നമ്മൾ ഇതിനെ ക്രിട്ടിക്കലി അനാലൈസ് ചെയ്യാനായിട്ടും ഒരു ക്രിട്ടിക്കൽ അനാലിസിസിലേക്കും പോയില്ല. ആരോ പറഞ്ഞത് കേട്ടു, അമേരിക്കയിലെ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചു, ഒരു സായിപ്പ് പറഞ്ഞ പുസ്തകം, അത് കറക്റ്റാണ്. ഈ വെസ്റ്റേൺ തിയോളജിയാണ് നമ്മുടെ ഒറിജിനൽ തിയോളജിയെ പൊല്യൂട്ട് ചെയ്തത്. വെസ്റ്റേണൈസ്ഡ് ഗോസ്പൽ ഈസ് ദ പൊല്യൂട്ടഡ് ഗോസ്പൽ. ഒറിജിനൽ ഗോസ്പൽ കടന്നു വന്നത്, ഒറിജിനൽ കോണ്ടെക്സ്റ്റ് എവിടെയാ? നിയർ ഈസ്റ്റേൺ വേൾഡിലാണ്. പാലസ്തീൻ, ഇസ്രയേൽ, ഈജിപ്റ്റ്, അല്ലെങ്കിൽ റോം, അന്ത്യോക്യ, അലക്സാൻഡ്രിയ, ഗ്രീസ്, അവിടൊക്കെയുള്ള ഒറിജിനൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ വെസ്റ്റേൺ വേൾഡിലുള്ളവർ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട സ്ഥാപിക്കാൻ വേണ്ടി കുറെ പൈസ എന്ത് ചെയ്തു? ലോകത്തിൽ മൊത്തം അങ്ങ് വെതറി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ബൈബിൾ വാങ്ങിച്ചോളൂ, ഞങ്ങളുടെ പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് പുസ്തകങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ വായിച്ച്, എൻ്റെ കയ്യിൽ ഒരുപാട് ഇംഗ്ലീഷ് ബുക്കുകളുണ്ട്, ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, കെട്ടിവെച്ചിരിക്കുകയാണ്. കാരണം പൊല്യൂട്ടഡ് ആണ് ഒറിജിനൽ കോണ്ടെക്സ്റ്റ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ച്, ഞാനിപ്പോ പറഞ്ഞു മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം അപ്പവും വീഞ്ഞു. അതേസമയം ലേവ്യ പുസ്തകത്തിൽ മുഴുവൻ യാഗങ്ങളാണ്, രക്തത്തിന്റെ മണം, എന്തുമാത്രം ഒരു കുറ്റവും ചെയ്യാത്ത മൃഗങ്ങളെയാണ്. നമുക്കറിയാം, ഈ യാഗം അർപ്പിക്കാൻ വരുമ്പം നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. സോറി, ഒരു കോൾ വന്നാണ്. യാഗം അർപ്പിക്കാൻ വരുമ്പോൾ നമുക്കറിയാം, ഒരു ആടിനെ അങ്ങ് പറഞ്ഞു വിടുക, അസസേലിന് ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട്. എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ഒരു മൃഗത്തിന്, യഹോവയ്ക്ക് ആയിട്ട് ഒരു മൃഗത്തെ അങ്ങ് പറഞ്ഞു വിടുക. അതെന്താ അതിനെ അങ്ങ് പറഞ്ഞു വിടുക? നീ പൊക്കോ, ഫ്രീ ആയിട്ട് പൊക്കോ. യഹോവ പറയാണ്, എനിക്ക് ഇവനെ വേണം, ഒരെണ്ണത്തിനെ വേണം. അവനെ കഴുത്ത് വെട്ടി ആ രക്തമെല്ലാം ഇങ്ങനെ അവിടെ എല്ലാം വീണ ആ മണം, ആ രക്തത്തിന്റെ മണം അടിക്കുമ്പോൾ ദൈവം പറയാം, വാവ്, ഞാൻ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു, കാരണം നീ അർപ്പിച്ചത് നല്ല സൂപ്പർ യാഗമാണ്. എന്തിനാ ഒരാടിനെ അങ്ങ് വിട്ടത്? ഇന്റർപ്രിട്ടേഷൻ, എന്തിനാ ഒരാടിനെ വിട്ട്? ഇപ്പൊ ഈ ഭാഗം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ വെസ്റ്റേൺ സ്കോളേഴ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവരുടെ തിയോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ പൊളിറ്റിക്കൽ തിയോളജി, ലീഗലിസ്റ്റിക് നിയമാധിഷ്ഠിത തിയോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അവരിതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. കാരണം വെസ്റ്റേൺ ഫിലോസഫി, വെസ്റ്റേൺ തിയോളജി, വെസ്റ്റേൺ തോട്ട് ഡിഫറെന്റ് ആണ്. എപ്പോഴും അവർ പിടിച്ചടക്കാനുള്ള ഒരു ആഗ്രഹമുള്ളവരാണ് വെസ്റ്റേണേഴ്സ്. എവിടെ പോയാലും അവർ പിടിച്ചടക്കും. നമുക്കറിയാം, വൈദേശിക ആധിപത്യം എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ, ആഫ്രിക്കയിൽ ചെന്ന്
അവിടെയുള്ള ഒരുപാട് ആളുകളെ പിടിച്ചടക്കി. ഇന്ത്യയിൽ വന്ന് എന്താ സംഭവിച്ചത്? ഇവിടെ ഉള്ളത് മുഴുവനും എടുത്തുകൊണ്ട് പോയി. ഗുണങ്ങളുമുണ്ട്, ദോഷമുണ്ട്. ഞാനത് സമ്മതിക്കുന്നു. ഗുണമുണ്ട്, ദോഷമുണ്ട്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയുള്ളൂ, കേരളീയ സംസ്കാരത്തെക്കുറിച്ച്. അത് വേറൊരാൾ വന്ന് അത് പഠിപ്പിക്കുമ്പോൾ അത് കറക്റ്റ് ആകത്തില്ല. എവിടെയാണോ ബൈബിൾ സംഭവങ്ങൾ നടക്കുന്നത് അവിടെയുള്ള കൾച്ചർ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈവൻ നമ്മുടെ സ്പിരിച്വലി നമ്മൾ അന്ധരായിപ്പോ. നമ്മൾ ഞായറാഴ്ച അപ്പവും വീഞ്ഞും എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മൽക്കിസേദക്കിനെ കൂടെ ഓർക്കേണ്ടത് ആവശ്യമാണ്. കാരണം യേശു ക്രിസ്തു മൽക്കിസേദക്കിന്റെ ക്രമപ്രകാരമുള്ള അത്യുന്നതനായ ദൈവത്തിന്റെ ഏൽ എല്ലിയോൻ, ഏൽ ഷദായി. ബഥേലിൽ യാഗമില്ലായിരുന്നു. കാരണം അവർ മനസ്സിലാക്കിയ, പിതാക്കന്മാർ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഒക്കെ മനസ്സിലാക്കിയ ദൈവം എന്ന് പറയുന്ന ഏൽ എല്ലിയോൻ, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഞാൻ പറഞ്ഞു, ഈ നമ്മൾ വായനയിൽ പോലും ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും നിങ്ങൾ മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവമാണ്, യഹോവയാണ്, കർത്താവാണ്, അല്ലെങ്കിൽ ദൈവമാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം അതിന് ഓരോ ട്രാൻസ്ലേഷനും ഓരോ സോഴ്സ് ഉണ്ട്. ബൈബിൾ കോളേജ് തിയോളജി പഠിക്കുന്നവർക്കറിയാം. ഞാൻ പറഞ്ഞു, JEDP തിയറി, ജാഗ്വസ്റ്റിക് സോഴ്സ് ഉണ്ട്, എലോഹിസ്റ്റിക് സോഴ്സ് ഉണ്ട്, ഡ്യൂട്രോണമിസ്റ്റിക് സോഴ്സ് ഉണ്ട്, പ്രീസ്ലി സോഴ്സ് ഉണ്ട്. പല സോഴ്സുകളിൽ നിന്ന് എടുത്തു വെച്ച എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്തതാണ് നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എഡിറ്റിങ്ങിന് വിധേയമായിട്ടുണ്ട്. അതിനെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. യേശു ഓരോ വാക്യങ്ങൾ എടുക്കുമ്പോഴും കൃത്യമായി അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കറക്റ്റ് വേർഡാണ് യേശു ഉപയോഗിക്കുന്ന. പിതാവേ എന്നാണ് ഉപയോഗിക്കുന്നത്. പിതാവ്, ഗോഡ് ഈസ് അവർ ഫാദർ. ഇന്നൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഞാൻ കണ്ടു. ഒരാൾ, ഞാൻ ആ സഭയൊന്നും പറയുന്നില്ല, അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എനിക്കത് കേട്ടപ്പോൾ വളരെ ഭയങ്കര രസം തോന്നി. കാരണം അദ്ദേഹം പറയുന്നത് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു. ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ചിന്തിക്കാൻ കൂടുള്ള ഒരു കാര്യം, പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്ന് അദ്ദേഹം, ഒരു പാസ്റ്ററാണ്, അദ്ദേഹം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ലൈവിൽ വന്നിരിക്കുക. വലിയൊരു ചലഞ്ചിങ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ തിയോളജിക്കലി ഒരു അനാലിസിസിന് വിധേയമാക്കണം. നമ്മുടെ ടേബിളിൽ ഈ വിശുദ്ധ ഗ്രന്ഥം വയ്ക്കുമ്പോൾ സ്നേഹവാനായ, സ്നേഹത്തിൻ നിറഞ്ഞ ഒരു ദൈവത്തെ നമ്മുടെ മനസ്സിലിരുത്തിയില്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ട് ബൈബിളിനെ ഇന്റർപ്രറ്റ് ചെയ്യും. എൻ്റെ പിതാവ് എങ്ങനെയുള്ള ആളാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. എൻ്റെ പിതാവിന് രക്തമൊന്നും ആവശ്യമില്ല. മൃഗങ്ങളുടെ, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ യാഗത്തിലല്ല പ്രസാദിക്കുന്നത്, കരുണയില്ല. കോൺട്രവേഴ്സി അല്ലേ? ഇങ്ങനെ ആയിരക്കണക്കിന് വാക്യങ്ങൾ എടുത്തു വെച്ചാൽ നമ്മുടെ ലൈവ് ഇവിടെ എങ്ങും തീർക്കാൻ പറ്റത്തില്ല. യാഗത്തിലല്ല, കരുണയില്ല, അനുസരണത്തില പ്രസാദിക്കുന്ന ദൈവ, കരുണയുടെ ദൈവം. അതെന്നെ അങ്ങനെ ഒരു കാര്യം പറയുന്നത്? അത് ഏത് സോഴ്സാ? യാഗ്വിസ്റ്റിക് സോഴ്സ് ആണോ? അല്ല, അത് എലോഹിസ്റ്റിക് സോഴ്സ് ആണ്. എലോഹിസ്റ്റിക് സോഴ്സ് ആയതുകൊണ്ടാണ് ദൈവം കരുണയുടെ ദൈവമാണെന്ന് പറയുന്നത്. യാഗ്വിസ്റ്റിക് സോഴ്സ് ആണെങ്കിൽ ഞാൻ കാണിക്കാം. യാഗ്വിസ്റ്റിക് സോഴ്സ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സിസർ ഇരിപ്പുണ്ട്. യാഗ്വിസ്റ്റിക് സോഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, അവൻ്റെ കഴുത്ത് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് അവനെ തീർത്ത് കളഞ്ഞേരാൻ. സ്ത്രീകളുണ്ട്, ഗർഭിണിയായ സ്ത്രീകളുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഗർഭിണിയായ സ്ത്രീകളെയൊക്കെ അവരുടെ വയർ ഉൾപ്പെടെ വെട്ടിയേക്ക്. എനിക്കിത് ദഹിക്കുന്നില്ല. ഞാൻ ഈ ഭാഗം വായിച്ചിട്ട് എനിക്ക് അല്പം പോലും ദഹിക്കുന്നില്ല. എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വായിച്ചിട്ട് ദഹിക്കുന്നെങ്കിൽ, ശത്രുവിനെ, ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ പോലും, ഇതെല്ലാം വേദപുസ്തകത്തിലുള്ളതാണ്, വയറൊക്കെ പിളർന്നേക്ക് എന്ന് പറയുന്ന കാര്യം 2025 പ്രസംഗിച്ചാൽ അത് ക്രിസ്ത്യൻ എത്തിക്സ് ആകുമോ? ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ. ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു അവസരത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇവിടെ
മൽക്കിസേദക്കിന്റെ ക്രമം. ഈ മൽക്കിസേദക്കിന്റെ ഈ മൽക്കിസേദക് ആസ് ഷേം, SHEM, ഷേം ഉണ്ടല്ലോ, ഷേമാണ് മൽക്കിസേദക്ക് എന്നാണ് ഒരു 95%ഉം സ്കോളേഴ്സ്, 95 എന്ന് പറയാൻ പറ്റത്തില്ല, അതിൽ കൂടുതൽ 98%ഉം സ്കോളേഴ്സ് അക്കോർഡിംഗ് ടു ദി ട്രഡീഷൻസ് ഓഫ് ദ ജുഡായിസം, മിദ്രാഷ് പോലെയുള്ള പുസ്തകങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മിദ്രാഷിനൊക്കെ വലിയ ഓതന്റിസിറ്റി ഉണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ബൈബിളിൽ മാത്രമേ ഓതന്റിസിറ്റി ഉള്ളെന്ന്. പക്ഷെ ഒരു ബൈബിൾ സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ഒരു തിയോളജിക്കൽ സ്റ്റുഡൻറ്റിന് ബൈബിൾ മാത്രമല്ല ഓതന്റിക് എന്ന് പറയുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിക്കാൻ, ഇപ്പം മിദ്രാഷ് ഇല്ലാതെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിക്കാനായിട്ട് പറ്റത്തില്ല. മിഷ്ന ഇല്ലാതെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിക്കാൻ പറ്റത്തില്ല. മിദ്രാഷ് ഇല്ലാതെ പറ്റത്തില്ല. ജൂയിഷ് ട്രഡീഷണൽ ബുക്സ് അവർ സ്ക്രിപ്ചറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ കമന്ററി ആയിരുന്നു തൽമൂദ്. തൽമൂദിന് വലിയ പ്രാധാന്യമുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമന്ററിയാണ്. അവരതിനെ ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിച്ചാണ് അവർ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രാധാന്യമുണ്ട്. യേശു അതുകൊണ്ടാണ് മൽക്കിസേദക്കിന്റെ ക്രമം ആയതുകൊണ്ടാണ് അപ്പവും വീഞ്ഞും എടുക്കുന്നത്. അതും ക്രൂശീകരണത്തിന് മുന്നേ അതെടുത്തിട്ട്, ഇതാ ഞാൻ ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലുള്ള ആളല്ല. ശിഷ്യന്മാർക്കൊന്നും പിടികിട്ടിട്ടില്ല. പലപ്പോഴും നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്നൊക്കെ യേശു ചോദിക്കുന്നുണ്ട്. യേശു ഒരുപാട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവര് കറക്റ്റഡ് ആകുന്നില്ല. പതുക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ ക്രിസ്റ്റോളജി കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് ബാക്കിയുള്ള അപ്പോസ്തലന്മാരെക്കാളും. അപ്പൊ ഷേമാണെന്നാണ് പറയുന്നത്. നോഹയുടെ പുത്രനായ ഷേമാണെന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഷേം വാസ് എ ഫസ്റ്റ് സൺ ഓഫ് നോഹ. ഒരു സ്പിരിച്വൽ അതോറിറ്റി കാണിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ ജൂയിഷ് ട്രഡീഷൻസ്, ടാർഗം, ജൂയിഷ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞു ഈ മിദ്രാഷിലും ടാർഗം, TARGUMS, ടാർഗം എന്ന് പറയുന്ന ആ ഒരു സോഴ്സ്, ആ ഡോക്യുമെന്റിലും മൽക്കിസേദക് ആസ് ഷേം എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഏർലി ജുഡായിസം യഹൂദന്മാർ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഓതർ എഴുതിയ, ഒരു യൂണിവേഴ്സിറ്റിയിലെ തിയോളജിയൻ എഴുതിയ ഒരു ബുക്കിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പം നോഹയുടെ ഈ പുത്രനാണ് എന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് ചിലപ്പോൾ വിയോജിപ്പുണ്ടായേക്കും. പക്ഷെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും യഹൂദന്മാർക്കൊരു വിയോജിപ്പുമില്ല. അവരുടെ കയ്യിലാണ് ഈ പുസ്തകം, അവരുടെയാണ് ഈ പുസ്തകം. പഴയ നിയമം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നേക്കാം അത് നമ്മുടെ അല്ല, അത് യഹൂദന്റെ പുസ്തകമാണ്, അവരുടെ ആണത്. യേശു യഹൂദ ദാവീദിന്റെ വംശത്തിലായതുകൊണ്ട് രക്ഷയുടെ ഇൻകാർണേഷൻ അവിടെ നിന്നായതുകൊണ്ട് ആ ന്യൂ ടെസ്റ്റ്മെന്റിനെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഈ പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് കൂടിയേ കഴിയൂ. പക്ഷെ ഇതാരുടെയാണെന്ന് ചോദിച്ചാൽ അവരുടെയാണ്. യഹൂദന്മാരോട് എന്ന് ചോദിച്ചേ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ നിയമം തരട്ടെ എന്ന് ചോദിച്ചാൽ അവര് നമ്മളെ അടിക്കും. കാരണം അത് അവരുടെ അല്ല. പുതിയ നിയമ പുസ്തകങ്ങൾ, അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് സഭയ്ക്കാണ്, ചർച്ചിനാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ യഹൂദനുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മൽക്കിസേദക്കിനെ കുറിച്ചുണ്ട്. അത് വായിക്കണമെങ്കിൽ തന്നെ ഇച്ചിരി പ്രയാസമാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ജൂയിഷ് എൻസൈക്ലോപീഡിയ നോക്കിയാൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ യേശുവിന്റെ പൗരോഹിത്യത്തില് എത്ര മനോഹരമായിട്ടല്ലേ അപ്പവും വീഞ്ഞും അവതരിപ്പിക്കുന്നത്. അസസേലിനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് അസസേൽ അല്ലേ, ഒരാടിനെ അങ്ങ് വിട്ടയക്കുക. അതിനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല.
അസസേൽ. എന്താ ഏൽ? ഏൽ എല്ലിയോൻ, എലോഹിം, എലോഹിസ്റ്റിക്, എൽ ഷദായ്, എൽ റോയ്. എന്താ അവിടെ ഒരു വ്യത്യാസം? ഈ ഒരാടിനെ എന്തുകൊണ്ടാ വിട്ടയക്കുക? മറ്റേ ആട് പറയാണ് ദൈവം, യഹോവ പറയും, ഞാൻ ദൈവം യഹോവ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ. കാരണം ഇങ്ങനെയാണ് ബൈബിളിൽ എങ്ങനെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം എന്ന ആദ്യ ഭാഗങ്ങളിൽ ഈ മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ച ഞാൻ പറയുന്നത്. കാരണം ബൈബിൾ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഓൾഡ് ടെസ്റ്റ്മെന്റ് വെരി ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ്. ഒരിക്കലും ഒരു സാധാരണ വ്യക്തിക്ക്, ഈവൻ ഇനി ഓൾഡ് ടെസ്റ്റ്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടറേറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും ഈ തരത്തിൽ ഒരു ഏൻഷ്യന്റ് വേൾഡ് വ്യൂ, ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ പാടാണ്. ഇങ്ങനെ പ്രയാസം ഉള്ളത് കൊണ്ടാണ് ചർച്ച് കൃത്യമായി എഴുതിയുണ്ടാക്കിയ ആരാധനാക്രമങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം ചർച്ചിനറിയാം ഇത് ബൈബിൾ ഇവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മുഴുവനും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും, ഇവർക്ക് മനസ്സിലാകത്തില്ല. ആദിമസഭ പിതാക്കന്മാർക്ക് ഇത് കൃത്യമായി മനസ്സിലായതുകൊണ്ട് അവരാവശ്യമുള്ളതും മാത്രം ഓരോ ശുശ്രൂഷകൾക്കും ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ കൃത്യമായി അവര് രൂപപ്പെടുത്തിയതിൻ്റെ കാരണം അതുകൊണ്ട് ദൈവത്തെ കൃത്യമായി അവതരിപ്പിക്കുക. പഴയ നിയമത്തിലെ ആ ഒരു ദൈവമായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഇരിക്കുമോ? കരുണയുടെ ശുശ്രൂഷയാണ് ഓരോ കർത്തൃമേശയും. മൽക്കിസേദക്ക് കരുണയുടെ ദൈവത്തിന്റെ പുരോഹിതനാണ്, പ്രീസ്റ്റ് ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ, ഏലെല്ലിയോൻ. അതുകൊണ്ടാണ് യേശു എലോഹിസ്റ്റിക് ആയിട്ടുള്ള ഒരു യാചന, ഒരു കരച്ചിൽ, അല്ലേ, നീ എന്നെ കൈവിട്ട് എന്ത് എന്ന് പറയുമ്പോൾ അവിടെ എലോഹിമിനെ വിളിക്കുന്നു. യേശുവിനറിയായിരുന്നു കൃത്യമായി. നിങ്ങൾ ഈ യഹൂദന്മാരെ ഒരുപാട് ക്രിറ്റിസിസം ചെയ്യുന്നുണ്ട് യേശു. അവരുടെ ദൈവികമായ അല്ലെങ്കിൽ ദൈവികമായ വെളിപ്പാടുകൾ വളരെ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്. ഏലിയാവ് ചെയ്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പിരിറ്റാണ് അത്. ഇതിനെല്ലാം നമ്മൾ മഹത്വവൽക്കരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്ന് പൂർത്തീകരിച്ച അതിനെ കാണാതെ മങ്ങിയ വെളിപ്പാടിന്റെ പുറകെ പോകുന്ന ആളുകളാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ വലിയ ദുരിതം എന്ന് പറയുന്നത്. ഒരു ദുരിതമാണ് അങ്ങനെയുള്ള ആളുകൾ. ലോകത്തിൽ മുഴുവനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന, ശപിക്കുന്ന. അടുത്ത ദിവസം നമ്മളതൊക്കെ ചർച്ച ചെയ്യും. ശപിക്കുന്ന സ്പിരിറ്റൊക്കെ എവിടെ നിന്നാണ്? കൊല്ലുന്ന സ്പിരിറ്റ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? ഏതെങ്കിലും സിനിമ കണ്ടിട്ട് കിട്ടിയതാണോ? അല്ല, നമ്മുടെ വായനയുടെ പ്രശ്നമാണ്, അല്ലേ? കുന്നൊന്ന് കുന്ന് രണ്ട് നമ്മൾ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, പ്രസംഗിച്ച ആളുകളെ ഇങ്ങനെ മുൾമുലയിൽ നിർത്തും. ശിംശോനും ഗിദെയോനും ഒക്കെ ഇങ്ങനെ ഹീറോസ് ആയിട്ട് നിൽക്കുക. അങ്ങനത്തെ ഹീറോസിനൊന്നും പുതിയ നിയമത്തിൽ ഒരു സ്ഥാനവും ഇല്ല, ഒരു സ്ഥാനവും ഇല്ല. കുന്നൊന്ന് കുന്ന് രണ്ട്. ശത്രുക്കളെ കൊല്ലാൻ യേശു പറഞ്ഞിട്ടില്ല. അങ്ങനെ ശത്രുക്കളെ കൊല്ലുന്ന ദൈവത്തിന് മാറ്റമില്ല, പ്രിയപ്പെട്ടവരെ. പഴയ നിയമത്തിൽ ഒരു ദൈവം, ഒരു സ്വഭാവം. പുതിയ നിയമത്തിൽ എന്താ? ദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായി തിയോളജി പൗലോസ് പറയുന്നുണ്ട്. ദൈവം ഒരിക്കലും സമയത്തിനനുസരിച്ച് തൻ്റെ സ്വഭാവം മാറ്റത്തൊന്നുമില്ല. ദൈവം ഒരിക്കലും ദൈവത്തിന്റെ ക്യാരക്ടർ, നേച്ചർ ഓഫ് ഗോഡ് മാറത്തില്ല. അങ്ങനെ പഠിപ്പിക്കുന്നത് ദൈവത്തെ പരസ്യമായി കളിയാക്കുകയാണ്, ദൈവത്തിനെതിരെ ദൂഷണം പറയുക. പിന്നെ എന്താണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്? നമ്മൾ ഈ പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം അതാണ് എല്ലാവരുടെയും ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുന്നത്. നമ്മൾ തന്നെ ഒന്ന് പഠിച്ച് അതിനെ ഒന്ന് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഒന്ന് നടത്തി നോക്കിക്കുക, ഒന്ന് വേർതിരിച്ച് പഠിച്ചു നോക്കിക്കുക. കരുണ നിറഞ്ഞ കണ്ണുള്ളവനവൻ, അല്ലേ പാട്ട്?
അതുകൊണ്ടാണ് ഈ ക്രമം ഉള്ളതുകൊണ്ടാണ് യേശു അപ്പവും വീഞ്ഞും എടുത്തത്. അതാണ് അതിന്റെ കാരണം. തന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ മൽക്കിസേദെക്ക് എന്ന വാക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേര്, അല്ലെങ്കിൽ ആ ഒരു മേലെക് സേദക്, നീതിയുടെ രാജാവ്, മേലേക്ക് പ്ലസ് അല്ലെങ്കിൽ മേലേക്കും സേദക് കൂടെ ചേർത്ത് വെച്ച എബ്രായ ആ ഒരു പദങ്ങൾ, ഇത് ഞാൻ പറഞ്ഞു, ഇത് യഹൂദ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഷേം എന്നാണ് യഹൂദന്മാർ അല്ലെങ്കിൽ ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെയും ചില അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. കാരണം അവരുടെ ഇടയിൽ തന്നെ നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ തന്നെ പല സ്കൂൾ ഓഫ് തോട്ടുകളുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ തന്നെ പല സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അതിൽ ഒരു പ്രബലപ്പെട്ട് നിൽക്കുന്ന സ്കൂൾ ഓഫ് തോട്ട്, അവര് ഹോൾഡ് ചെയ്യുന്ന ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഈ മൽക്കിസേദെക്ക് എന്ന് പറയുന്ന ഷേം, മൽക്കിസേദെക്ക് ആസ് ഷേം, അത് മിദ്രാഷിലാണ് അത് പറയുന്നത്. അവിടെ ഒരു സ്റ്റോറിയും പറയുന്നുണ്ട്, അങ്ങനെ പറയാനുള്ള കാരണം കൂടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം ഈ സ്റ്റോറീസോ ഈ ട്രഡീഷൻസ് എല്ലാം തന്നെ അവർ ബൈബിളിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് നമുക്ക് ബൈബിള് കൃത്യമായി മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിലുള്ള ആ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യേശുക്രിസ്തു ഇല്ലാത്ത പ്രസംഗം, യേശുക്രിസ്തു ഇല്ലാത്ത ഒരു സർവീസ്, ഒരു ലിറ്റർജി, യേശുക്രിസ്തു ഇല്ലാത്തൊരു പ്രാർത്ഥന, യേശുക്രിസ്തു നടുക്ക് നിൽക്കുന്ന ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയും സെർമണും ഒക്കെയാണ് നമുക്ക് ആവശ്യം യഥാർത്ഥത്തിൽ. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹീറോസ് ഇവരാരുമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ സാംസൺ ആണ് നമ്മുടെ ഹീറോ. 1 2 എല്ലാരെയും കൊല്ലുകയാണ്. ആരാണ് പറഞ്ഞു? യഹോവ പറഞ്ഞു എല്ലാരെയും കൊല്ലാൻ. എനിക്ക് മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ടവരെ, ദൈവം ഇങ്ങനെ പറയുമോ? നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ദൈവം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അവതരിപ്പിച്ചിട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് വരുമ്പോൾ തിരിച്ചു മറിച്ച് യേശു എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. രക്തപ്പുഴ ഒഴുക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം, അങ്ങനെ ഒരു ക്യാരക്ടർ ദൈവത്തിനുണ്ടോ? ഞാനൊരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നടത്തുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു പേടിയുമില്ല. കാരണം ഇങ്ങനത്തെ ക്രിട്ടിക്കൽ തിങ്കിങ്ങെ പ്രോത്സാഹിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് വിദേശ രാജ്യങ്ങളിലുള്ളത്. അവിടെയാണ് അവർ ആ തിയോളജി പഠിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്നവർ ശരിയായിട്ട് ദൈവത്തെ മനസ്സിലാക്കും. അല്ലെങ്കിൽ ആ തരത്തിൽ ക്രമീകൃതമായ ഒരു ലിറ്റർജി ഉള്ള സഭകളാണെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒരു യൂണിവേഴ്സിറ്റിയിലും പോകണ്ട, ഒരു സെമിനാരിയിലും പോകണ്ട, ലിറ്റർജിക്കൽ ബുക്ക് എടുത്ത് വായിച്ചാൽ മതി. കംപ്ലീറ്റ് അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഷേമാണ് മൽക്കിസേദെക്ക് എന്നാണ് ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ്. ഈ മിദ്രാഷ് എന്ന് പറയുന്ന ബൈബിളിനോട്, ഓൾഡ് ടെസ്റ്റ്മെന്റിനോട്, ബൈബിൾ എന്ന് പറയാൻ പറ്റത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം, തനക്, TANAK, തനക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ യഹൂദന്മാരുടെ അടുത്ത് ചെന്ന് ബൈബിൾ എന്ന് പറഞ്ഞാൽ അവർ വല്ലതൊക്കെ നമ്മളെ പറയും. അവർ കൃത്യമായിട്ട് അവരുടെ പാരമ്പര്യങ്ങൾ അവർ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. പഠിക്കാൻ ശ്രമിക്കുക, ഗവേഷണം നടത്താൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ കയ്യിൽ ഡിജിറ്റൽ റിസോഴ്സസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലോകമാണ്. എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും, എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടും. ഇൻഫർമേഷൻ്റെ, നോളജിൻ്റെ ഒരു വിപ്ലവമാണ് നടക്കുന്നത്. നോളജ് റവല്യൂഷനാണ് നടക്കുന്നത്. ആർക്കും ആരെയും കളിപ്പിക്കാൻ പറ്റത്തില്ല. പഴയ കേട്ട പ്രസംഗങ്ങളും കേട്ട ചിന്താഗതികളും ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചതും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വളരെ അക്കാഡമിക്കായിട്ട് പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് കവനന്റിന്റെ ആ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടി രക്തം കൂടാത്ത ഉടമ്പടിയാണെന്നാണ് മിക്കവാറും ഈ ഓർത്തഡോക്സ് കാത്തലിക് ചർച്ചസിന്റെ ഒക്കെ
എസ്പെഷ്യലി ഓർത്തഡോക്സ് സഭയുടെ ലിറ്റർജിയിൽ അവർ പറയുന്നത് ഇത് രക്തം കൂടാതെയുള്ള ഉടമ്പടിയാണ്. കാരണം യേശു ക്രിസ്തു ഈ ഹോളി ഈ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ഹോളി കുർബാന അല്ലെങ്കിൽ ലോർഡ് സപ്പർ അല്ലെങ്കിൽ തിരുവത്താഴം സ്ഥാപിച്ചത് തൻ്റെ മരണത്തിന് മുന്നെയാണ്. തൻ്റെ മരണത്തിന് മുന്നെയാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി പറയാം, മരണത്തിന് മുന്നെയാണ് പറയുന്നത് ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാനെന്ന്. മരണത്തിന് ശേഷം അല്ല. മരണത്തിന് ശേഷവും യേശു ക്രിസ്തു അനേകർക്ക് പ്രത്യക്ഷമായിട്ടുണ്ട്. മരണത്തിന് മുന്നെയാണ് പറയുന്നത് ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവാൻ. അതുകൊണ്ടാണ് യാഗത്തിലല്ല പ്രസാദിക്കുന്നതെന്ന് ദൈവം പറയുന്നുണ്ട്. അതെന്നാ, യാഗം വേണമെന്നും പറയുന്നു, ഇപ്പുറത്ത് യാഗം വേണ്ടാന്ന് പറയുന്നു. യാഗത്തിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങളുടെ യാഗങ്ങളിലൊന്നും ഞാൻ പ്രസാദിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഹനനയാഗം എനിക്ക് വേണ്ട, ഭോജനയാഗവും വേണ്ട. കാരണം അങ്ങനെയും പറയുന്നുണ്ട്, യാഗത്തിലല്ല കരുണയിലാണ് പ്രസാദിക്കുന്നത് പറയുന്നുണ്ട്. യേശു അത് കോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ കിടന്നൊരു ആകെ കൺഫ്യൂഷനാണ് ഇത് പറയുമ്പോൾ. നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ശരിയായ ചിന്തയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. റിയാലിറ്റിയിലേക്ക്, ആ അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് ഫിലോസഫി. സോഫിയ എന്ന് പറയും. സോഫിയ ജ്ഞാനം, ഫിലോ സ്നേഹം, ആ സ്നേഹത്തിന്റെ ജ്ഞാനം. ആ ദൈവത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ അപ്പവും വീഞ്ഞും അർപ്പിച്ച മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ ആ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള അതിന്റെ ഓർഡർ ഓഫ് മൽക്കീസേദെക്ക്, ആ പരമ്പരയിൽ വരുന്ന ആ ഒരു സക്സഷനിൽ വരുന്ന യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ കീഴിലാണ് നാം എന്ന് മറന്നു പോകാതെ. ഈ പുരോഹിതൻ സ്നേഹമുള്ള പുരോഹിതൻ, കരുണയുടെ ഉറവിടമായ പുരോഹിതൻ നമ്മളെ വിളിക്കുകയാണ്, വരൂ. രക്തമല്ല ഇവിടെ അപ്പവും വീഞ്ഞുമാണ്. അത് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സ്നേഹത്തിൻ്റെ, കരുണയുടെ ആ ദൈവം നമ്മളെ വിളിക്കുകയാണ്, നിങ്ങൾ വരിക, എൻ്റെ സ്നേഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ എന്നോട് അടുത്തു വരിക. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ ആത്മീക ജീവിതത്തിൽ പുതുജീവനോടെ നടപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭരാത്രി എല്ലാവർക്കും നേരുന്നു. താങ്ക് യു. God bless you.